Dear students, very good morning all. All are welcome to Business Regulation new video classroom. In this video, we are going to discuss module number 4, the Consumer Protection Act 1986. First of all, objects of the Act. An act to provide for the protection of the interest of consumers and for that purpose to make provisions for the establishment of consumer councils and other authorities for the settlement of consumers' disputes and for matters connected therewith. The right given to the Consumers Act are based on the basic rights as defined by the International Organization of Consumers, IOCU, that is the right to safety, information, choice, redressal, hearing, education and healthy environment. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. അതിലെ ആക്ടിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് and for that purpose to make provisions for the establishment of consumer councils and other authorities for the settlement of consumer disputes. ഇപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൺസ്യൂമർ കൗൺസിൽസ്, അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റീസ്, കൺസ്യൂമേഴ്സിനുണ്ടാകുന്ന പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്സുകൾ ഓവർകം ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസ്യൂമർ കൗൺസിൽസ് ഫോം ചെയ്യുക എന്നുള്ളതും കൂടിയായിരുന്നു ഈ ഒരു ആക്ടിൻ്റെ ഒബ്ജക്റ്റ്. ദെൻ സ്കോപ്പ് ആൻഡ് അപ്ലിക്കബിലിറ്റി. The Consumer Protection Act 1986 extends to the whole of India except the Jammu and Kashmir. It applies to all types of goods and services, public utilities and public sector undertakings. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഇത് അപ്ലിക്കബിൾ ആണ്. ഇത് നേരത്തെയുള്ള കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പരിഗണന എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലും ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഇറ്റ് അപ്ലൈസ് ടു ഓൾ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എല്ലാ വിധത്തിലുള്ള സാധന സേവനങ്ങൾക്കും ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അപ്ലിക്കബിൾ ആണ്. ദെൻ പബ്ലിക് യൂട്ടിലിറ്റീസ് ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. കംപ്ലൈൻറ്റ്സ് ഓഫ് ഓൾ ടൈപ്സ് വെദർ റിലേറ്റിംഗ് ടു ഗുഡ്സ്, സർവീസസ് ഓർ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഹാവ് ബീൻ ബ്രോട്ട് വിത്തിൻ ദ പ്രിവ്യൂ ഓഫ് ദ ആക്ട്. ഇപ്പോൾ ഗുഡ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നൽകിയിട്ടുള്ള സർവീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രേഡർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള അൺഫെയർ പ്രാക്ടീസസ്, ഇതെല്ലാം ഈ ഒരു നിയമത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആർ ഇൻ അഡീഷൻ ടു ആൻഡ് നോട്ട് ഇൻ derogation of provision of any law for the time being in force in section number 3. The act may be regarded as a highly progressive social welfare legislation which provides more effective protection to the consumers than any corresponding legislations. ഇനി ഈ ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിനകത്ത് പറയുന്നത് ഒത്തിരി ഡെഫിനിഷൻസ് ആണ്. നമ്പർ 1, കംപ്ലൈനൻറ്റ്. എന്താണ് കംപ്ലൈനൻറ്റ് എന്ന് പറഞ്ഞാൽ? സെക്ഷൻ 2 സബ്സെക്ഷൻ 1 ആൻഡ് ബി. The person who can make a complaint before a consumer redressal forum may be. ഇപ്പോൾ കംപ്ലൈനൻ്റ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്, അവരെയാണ് കംപ്ലൈനൻ്റ് എന്ന് പറയാം. ദ പേഴ്സൺ ഹൂ മേക്ക് എ കംപ്ലൈൻറ്റ് ബിഫോർ എ കൺസ്യൂമർ റിഡ്രസൽ ഫോറം മേ ബി നമ്പർ 1 എ കൺസ്യൂമർ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാളാവാം. ദെൻ any voluntary consumer association registered under the Companies Act 1956 or under any other laws for the time being in force. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള കമ്പനീസ് ആയിരിക്കാം. ദെൻ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കംപ്ലൈനൻ്റ് ആവാം. One or more consumers where there are numerous consumers having the same interest.
ഒരേ താല്പര്യത്തിലുള്ള ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കംപ്ലൈൻ്റ് ആവാം. ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ കൺസ്യൂമർ ഹിസ് ലീഗൽ ഹെയേഴ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ അവിടെ ലീഗൽ ഹെയേഴ്സ് അതുപോലെ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാൾ കൺസ്യൂമർ ഡെത്ത് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കംപ്ലൈനൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ കൺസ്യൂമർ, ദെൻ കമ്പനീസ്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, വൺ ഓർ മോർ കൺസ്യൂമേഴ്സ്, then in case of death of a consumer, then the legal heirs or the representatives. The persons falling within the ambit of section 2 subsection 1b are considered complainant and have a locus standi to file a complaint under the act. A public cause can be taken up by the association in the form of public interest litigation. Second one, complaint. What is complaint? Section 2, then subsection 1 and C. It means a written allegation by a complainant. അപ്പോൾ നേരത്തെ നമ്മൾ കംപ്ലൈനൻ്റ് ആരെല്ലാമാണെന്ന് പറഞ്ഞു. ആ കംപ്ലൈനൻ്റ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള പരാതിക്കാണ് കംപ്ലൈൻറ്റ് എന്ന് പറയാം. ഇറ്റ് മീൻസ് എ റിട്ടൺ അലിഗേഷൻ ബൈ എ complainant that an unfair trade practices or a restrictive trade practices has been provided by any trader or service provider, the goods bought by him or agreed to be bought by him suffer from one or more defects, then the services hired or availed or agreed to be hired or availed to by him suffer from deficiency in any respect. A trade or the service provider has charged for the goods or for the service mentioned in the complaint a price in excess of the price. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ഒരു സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ട്രേഡർ കമ്മിറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് കൊണ്ട് റിട്ടൺ ആയിട്ടുള്ള അലിഗേഷന് കംപ്ലൈൻറ്റിന് കൊടുക്കാം. അതിനെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നു. അതുപോലെ ഗുഡ്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലെ പ്രൈസ് ചാർജ് ചെയ്യുന്നവർക്ക് എക്സസ് പ്രൈസ്, ഇപ്പോൾ MRPയേക്കാളും കൂടുതൽ പ്രൈസിൽ സാധനങ്ങൾ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പരാതി കൊടുക്കുന്നത്, ഇതെല്ലാം ഏതിൽ പെടുന്നതാണ്? കംപ്ലൈൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ തേർഡ് വൺ, കൺസ്യൂമർ. ദെൻ ഹൂ ഈസ് ദ കൺസ്യൂമർ? A consumer means any person who buys any goods for a consideration which has been paid or promised or partly paid and partly promised or under any system of deferred payment and includes any person who uses such goods with the approval of the buyer. ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആവാം. അപ്പോൾ ആ ഇൻഡിവിജ്വൽ പേഴ്സൺ ഹൂ ബൈസ് എനി ഗുഡ്സ് ഫോർ എ കൺസിഡറേഷൻ. ഇപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റെഡി ക്യാഷ് കൊടുത്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു. അതല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്നു ക്യാഷ് തരാം എന്നുള്ളത്. ദെൻ പാർട്ട്ലി പെയ്ഡ് ആൻഡ് പാർട്ട്ലി പ്രോമിസ്ഡ്. പകുതി പൈസ കൊടുത്തിട്ട് ബാക്കി പകുതി പൈസ പിന്നീട് തരാമെന്ന് പറയുന്നു. ദെൻ അണ്ടർ എനി സിസ്റ്റം ഓർ എ ഡെഫേർഡ് പേയ്മെൻറ്റ്, ദെൻ അതായത് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ ക്യാഷ് കൊടുക്കുന്ന രീതിയിലുണ്ടാവാം. and includes any person who uses such goods with approval of the buyer. Okay, അപ്പോൾ അവരൊക്കെ നമ്മൾ എന്താ പറയുക? കൺസ്യൂമർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Any person who hires or avails any service for a consideration which has been paid or promised or partly paid and partly promised or under any system of deferred payment and includes any person who is a beneficiary of such services with the approval of the hirer. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡ് കേസിൽ പറയുന്നത് സർവീസസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ക്യാഷ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാമെന്ന് പ്രോമിസ് നൽകുന്നു, പകുതി ക്യാഷ് കൊടുക്കുന്നു, ബാക്കി ക്യാഷിന് പ്രോമിസ് ചെയ്യുന്നു. അങ്ങനെ ബയ്യറുടെ പെർമിഷൻ എടുത്തുകൊണ്ട് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ് യൂസ് ചെയ്യുന്ന ഏതൊരാളെയും കൺസ്യൂമർ എന്ന് ട്രീറ്റ് ചെയ്യാം. ദെൻ ഫോർത്ത് വൺ, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. Consumer dispute means dispute where the person against whom a complaint has been made denies or dispute the allegation contained in the complaint. The allegations referred to
may relate to any unfair trade practices adopted by a trader or any defect in goods or any deficiency in services or against charging exorbitant price. അപ്പോൾ അമിതമായ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള സർവീസിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവുക, പ്രോഡക്റ്റിന് ഡിഫക്റ്റ് സംഭവിക്കുക, അത്തരത്തിലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് കമ്മിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പോൾ അവിടെ കൺസ്യൂമേഴ്സിന് പ്രോബ്ലംസ് അലേർട്ട് ചെയ്യും. അതിന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിഡ്രസൽ സിസ്റ്റം എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്ത് പോകുന്നതാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിന് അവിടെ പ്രോബ്ലം അറൈവ് ചെയ്യുകയാണ്. ദെൻ ഫിഫ്ത്ത് വൺ, ഗുഡ്സ്. Goods means every kind of movable property other than actionable claim and money and includes stock and shares. Then growing crops, grass and things attached to or forming part of the land which are agreed to be served before sale or under the contract of sale. Then sixth one, services. Service means service of any description which is made available its potential users and include but not limited to the provision of the facilities in connection with banking, financing, insurance, transport, processing, supply of electrical and other energy, board or lodging or both housing construction, entertainment or purveying of news or other information, but does not include the rendering of any service free of charge or under a contract of personal service. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ബാങ്കിൽ നിന്ന്, അതുപോലെ ഇൻഷുറൻസ് സെക്ടറിൽ നിന്ന്, ഇലക്ട്രിക്കൽ സർവീസിൽ നിന്ന്, ട്രാൻസ്പോർട്ട്, ഇതൊക്കെ നമുക്ക് എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് തരാം. സെവൻത്ത് വൺ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. വാട്ട് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്? It means a trade practice which for the purpose of promoting the sale, use or supply of any goods or for the provision of any service adopt any unfair method or unfair or deceptive practice. അപ്പോൾ സെയിൽസ് കൂട്ടാൻ വേണ്ടി, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു ആക്ടിവിറ്റീസ് ഒരു ട്രേഡർ കമ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫെയർ അല്ലാത്ത അൺഫെയർ ആയിട്ടുള്ള ഏതെങ്കിലും മെത്തേഡുകൾ അതിനകത്ത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് ട്രീറ്റ് ചെയ്യും. ഫോൾസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ് ഒന്ന്. സെക്കൻഡ് വൺ, ഫോൾസ് ഓഫർ, ബാർഗെയിൻ പ്രൈസ്. തേർഡ്, ഓഫർ ഓഫ് ഗിഫ്റ്റ് ഓർ പ്രൈസ് എക്സെട്ര. ദെൻ fourth one, withholding any scheme. Then sale or supply of goods not complying with the prescribed standard. Hoarding, destruction or refusal to sell. Then manufacturing or sale of spurious goods. ഇപ്പോൾ ഇത്രയും ഇവൻറ്റുകളൊക്കെ ഇത്തരത്തിലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൽ കമ്മിറ്റ് ചെയ്യുന്നതാണ്. എയ്ത്ത് ഡെഫിനിഷൻ, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. Restrictive trade practice means a trader practice which tend to bring about manipulation of price or its condition of delivery or an affect flow of supplies in the market relating to goods or in such a manner as to impose on the consumers unjustified cost or restrictions and shall include trade practices then to bring about the manipulation of price. ഇപ്പോൾ പ്രൈസിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസിൽ ചേഞ്ചസ് വരുത്തുക. ദെൻ സപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ മാറ്റി കൊടുക്കുക. ഇതാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. ഇത് ചെയ്യാൻ പാടില്ലാത്ത ഇവൻ്റാണ്. ദാറ്റ് മീൻസ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കമ്മിറ്റ് ചെയ്താൽ. ദാറ്റ് മീൻസ് ഡിലേ ബിയോണ്ട് ദ പീരിയഡ് അഗ്രീഡ് ബൈ ട്രേഡർ സപ്ലൈ ഓഫ് സച്ച് ഗുഡ്സ്. അതായത് നമുക്ക് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ഡേറ്റിന് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് സപ്ലൈ തരിക. എനി ട്രേഡ് പ്രാക്ടീസസ് വിച്ച് റിക്വയർസ് എ കൺസ്യൂമർ ടു ബൈ, ഹയർ ഓർ അവെയിൽ ഓർ എനി ഗുഡ്സ് ഓർ സർവീസ് ആസ് എ കണ്ടീഷൻ precedent to buying, hiring or availing of other goods or services. Okay, is it clear?